ഹലോ, ഞാൻ ഇന്ന് ബസ്സിലാണ് കേട്ടോ ജോലിക്ക് പോണത്. കല്ലമ്പലത്താണ് ജോലിക്ക് പോവേണ്ടത്. എന്നും വണ്ടിയിലല്ലേ പോണത്, ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. കുറേ നാളായി ബസ്സിൽ യാത്ര ചെയ്തിട്ട്. അങ്ങനെ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്ന കേട്ടോ. അപ്പം കടയുടെ പേരാണ് കേട്ടോ മട്ടൻ കട ഹോട്ടൽ. ഞാൻ ആ ഹോട്ടലിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഒരു വെറൈറ്റി കാഴ്ച ഉണ്ട് കേട്ടോ. ഹോട്ടലിൻ്റെ സെൻട്രലായിട്ട് ഒരു കിണർ. നമുക്ക് കണ്ടാൽ കിണർ കണക്ക് തോന്നത്തില്ല. അങ്ങനെ ഞാൻ അവിടുത്തെ വെയിറ്ററെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അങ്ങേര് പറഞ്ഞ് കിണറാണ് ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചു. ബിരിയാണി കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് കഴിക്കാം. വിശപ്പിന് അത് മതിയല്ലോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അത് മൊത്തവും ഞാനത് കഴിച്ചു. പിന്നെ ഈ കട വരുന്നത് നമ്മൾ കല്ലമ്പലത്തു നിന്ന് ആറ്റിങ്ങലിലോട്ട് പോണ വഴിക്കാണ് കേട്ടോ, മറ്റേ സുപ്രഭാതം ഹോട്ടലിൻ്റെയൊക്കെ അടുത്തായിട്ട്. ഞാൻ വീട്ടിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിട്ട് ഇപ്പോൾ യാസിക്ക് ഇന്നോട്ട് ഫുട്ബോളിന് ഞാൻ കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു അവനെ ഫുട്ബോളിന് വിട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് വിടാം. പനിയൊക്കെ കുറഞ്ഞു, ഇപ്പോൾ ആൾ ഓക്കെയാണ്, ബോഡിയൊക്കെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അവനെ ഫുട്ബോളിന് കൊണ്ടാക്കി. അവിടെ ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഇപ്പം ഫുട്ബോളിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം, ഒരു 2 മണിക്കൂറോളം ഒറ്റയ്ക്ക് ഇങ്ങനെ എത്രയെന്നും പറഞ്ഞാൽ ഇങ്ങനെ ഫോൺ നോണ്ടിയിരിക്കുക കുറേ. അപ്പോഴാണ്ട് SPCയുടെ കുട്ടികൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മോളെ മിസ് ചെയ്തു കേട്ടോ. എൻ്റെ കൊച്ച് എൻ്റെ മോളും ഉണ്ട് കേട്ടോ SPCക്ക്. പിന്നെ ഇപ്പോഴുണ്ടല്ലോ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും തന്നെ നേരെ ഇരുട്ടാൻ തുടങ്ങും കണ്ടോ. ഇപ്പോൾ തന്നെ 5:45 അത്ര ആ സമയമായിട്ടുള്ളൂ കണ്ടോ. നേരെ അങ്ങ് ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.